ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മമ്മു വ്ളോഗ് 25ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പെരുന്നാളിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. പെരുന്നാളിന്റെ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്നതാണ് മെയിനായിട്ട് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. പെരുന്നാളിന് നമ്മളിതാ ചിക്കൻ ബിരിയാണിയാണ്. നമ്മുടെ സാധാ ചിക്കൻ ബിരിയാണി അല്ല, പിന്നെ ഒരു വെറൈറ്റി ചിക്കൻ ബിരിയാണി. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഒരുവിധമുള്ള ആൾക്കാർക്കൊക്കെ അറിയണ ബിരിയാണി തന്നെയാണ്, പക്ഷെ നമ്മുടെ സാധാ ബിരിയാണി അല്ല, ഒരു വെറൈറ്റി. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അയക്കുക. നിങ്ങൾ ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്തിട്ട് അറിയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകളും സപ്പോർട്ടുകളാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. ഇത് കാക്കയുടെ കൊച്ചുമോളാണ്. അവൾ രാവിലെ എണീറ്റ് നമ്മൾ ക്യാമറ കൊണ്ട് ചെന്നപ്പോൾ തന്നെ അവളതാ മൈലാഞ്ചിയൊക്കെ നമുക്ക് കാണിച്ചു തരുന്നു. സഹോദരങ്ങൾ തന്നെ 7 പേരുണ്ട് കേട്ടോ. അപ്പോൾ 3 ആണുങ്ങളുണ്ട്, 4 പെണ്ണുങ്ങളും. ഇതില് 4 പേരും ഒരുമിച്ചാണ്. 3 സഹോദരങ്ങളും ഒരു സഹോദരിയും കൂടെ അടുത്ത് തന്നെ താമസം. അപ്പൊ നമ്മള് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പെരുന്നാളുകൾ കഴിക്കാറുള്ളൂ കേട്ടോ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ആരും വെക്കാറില്ല. പെരുന്നാളിന്റെ അന്ന്, ഒന്നാമത്തെ പെരുന്നാളിന്റെ അന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു വീട്ടിൽ വെക്കുക, അവിടുന്ന് പെരുന്നാൾ കഴിക്കുക, അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ഇന്ന് മൂത്ത സഹോദരന്റെ ഏറ്റവും വലിയ സഹോദരന്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പെരുന്നാളിന്റെ സമയത്തിന് ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ എല്ലാ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഫുഡൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുക. അങ്ങനത്തെ പള്ളിയിലൊക്കെ പോയി പിള്ളേരൊക്കെ എത്തി തുടങ്ങി. പിന്നെ അങ്ങനെ നമ്മള് അതാ മൂത്ത സഹോദരന് ചെമ്പട്ടിയൊക്കെ റാക്കിന്റെ മുകളിൽ നിന്ന് എടുത്തു തരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോയി വെച്ചു. ഇനി അതിന്റെ അടിയിലൊക്കെ ആയിട്ട് കുറച്ച് വെണ്ണീരൊക്കെ തേച്ച് കൊടുക്കണം, എന്താണെങ്കിൽ കരി പിടിക്കാതിരിക്കാൻ. ഇതൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്ന ടിപ്പ് തന്നെ ആയിരിക്കും അല്ലേ? എങ്കിൽ പിന്നെ കഴുകാൻ സമയത്ത് കരി പെട്ടെന്ന് ഇളകി പോവല്ലോ. നമ്മൾ പട്ടാമ്പിയിൽ ഉള്ള നമ്മുടെ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ അധികം ഒന്നാം പെരുന്നാളിന്റെ അന്ന് ബിരിയാണി വെക്കാറില്ല കേട്ടോ. നമ്മൾ സാധാ ചോറാണ് വെക്കാറ്. സാധാ ചോറ്, കുമ്പളങ്ങ, ചേനക്ക, കായ കറി, അവിയല്, പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഉണക്ക സ്രാവ് വാങ്ങിയിട്ട് പൊരിക്കുക. അതാണ് നമ്മുടെ പെരുന്നാളിന്റെ മെയിൻ. എല്ലാവർക്കും ഇഷ്ടം അത് തന്നെയാണ്. പിന്നെ ഇന്ന് നമ്മൾ പെട്ടെന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അതെല്ലാം ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബിരിയാണി. ഇതാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയും കൂടെയാണ്. അതുകൊണ്ടാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടം സാധാ ചോറും ആ സ്രാവും ഒക്കെയാണ് കേട്ടോ. ചില ഏരിയകളിലൊന്നും സ്രാവ് കഴിക്കാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ അത്ഭുതമായിരിക്കും. അയ്യോ, സ്രാവോ, പിന്നെ ആരെങ്കിലും പെരുന്നാളിന്റെ അന്ന് ഉണക്കലൊക്കെ കഴിക്കുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പട്ടാമ്പിയിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്തായാലും നമ്മൾ സ്രാവ് വാങ്ങി കഴിച്ചിട്ടാണ് നമ്മുടെ പെരുന്നാളിന്റെ ആഘോഷം നടക്കാറ്. ഇതൊരു തമിഴ്നാട് ബിരിയാണിയാണ് കേട്ടോ. തമിഴ്നാട് ബിരിയാണി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പോയിട്ട് ചോദിക്കണമെങ്കിൽ ഇത് ആമ്പൂർ ബിരിയാണി എന്ന് ചോദിക്കണം. നമ്മളിവിടെ സേലം ബിരിയാണി എന്നാണ് പറയുക. സേലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ബിരിയാണിയാണ് അധികം ഉണ്ടാക്കാറ്. പിന്നെ ഇതിന് റാവുത്തർ ബിരിയാണി എന്നും പറയും. ഇതിന്റെ ഒരു റെസ്റ്റോറന്റ് ഒക്കെ ഇവിടെ ഉണ്ട് തോന്നുന്നു. ഷൊർണൂരൊക്കെ റാവുത്തർ ബിരിയാണി നല്ല ഫേമസ് ബിരിയാണിയാണ്. റാവുത്തർ ബിരിയാണി എന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. നമ്മുടെ ബിരിയാണിനേക്കാളും പിന്നെ കുറച്ചധികം തക്കാളിയൊക്കെയാണ് അതിൽ അവർ ആഡ് ചെയ്യുന്നത്. അതേപോലെ പുതിനയില നന്നായിട്ട് ചേർക്കും, തക്കാളി ചേർക്കും. ബിരിയാണിയിൽ നമ്മൾ ഡാൽഡ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഡാൽഡ ഉപയോഗിക്കുമല്ലോ, പക്ഷെ ഇതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 കിലോ, നമ്മളിവിടെ 5 കിലോ അരിയാണ് വെക്കണത് കേട്ടോ. നമ്മൾ ഏകദേശം 35 പേരുണ്ട്, 35 പേരുണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ 5 കിലോ അരി വെക്കണത് കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1.5 കിലോ സവാളയാണ്. 1.5 കിലോ സവാള ആദ്യം നന്നായി വഴറ്റിയതിന് ശേഷം പിന്നെ ഒരു 2 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. 2 കിലോ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബിരിയാണിയിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർക്കാറുള്ളൂ, ചതച്ചിടാറുള്ളൂ അല്ലേ. പക്ഷെ ഇതിൽ നമ്മൾ നന്നായിട്ട് രണ്ടും കൂടെ ഒരു 1/2 കിലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ചേർത്ത് ചിക്കൻ അതിലിട്ടിട്ട് ഈ തക്കാളിയിൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് വെന്തതിന് ശേഷം, ഒരു ഹാഫ് വേവില്ല, ഒരു 5 മിനിറ്റ് ഒക്കെ വെന്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഇരട്ടി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കുറച്ച് അളവ് കുറക്കണം. കാരണം ഈ തക്കാളിയിലുള്ള വെള്ളവും ഈ ചിക്കനിലുള്ള വെള്ളം കൂടെ ഇതിൽ ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്നും എടുക്കുന്ന പാത്രത്തിന് ഒരു ലേശം കുറച്ചളവ് കുറച്ചതിന് ശേഷം പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരി കഴുകിയിട്ട് ഈ അരി അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ പുതിനയില ഒരുപാട് ചേർത്ത് കൊടുക്കും.
പുതിനയില ഒരുപാട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിയില ചേർത്ത് കൊടുക്കും. മല്ലിയില കുറച്ചാണെങ്കിലും നമ്മൾ പുതിനയില ചേർക്കാറില്ലല്ലോ ഇവിടെ. ഇതിൽ നല്ല പുതിനയിലയുടെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേസ്റ്റ് ആണ് നമുക്ക് ഈ ബിരിയാണി കഴിക്കുമ്പോൾ ഉണ്ടാവാറുള്ളത്. അങ്ങനെ തിളച്ച് വന്ന് വെന്തതിന് ശേഷം നമ്മൾ അരിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. അരി ഇടുന്നതിന്റെ മുൻപ് ചിക്കൻ നമ്മൾ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. തൈര് ഒരു അര പാക്കറ്റോളം തൈര് നമ്മൾ ഈ ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടാണ് നന്നായിട്ട് ഇളക്കിയിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ഇതിൽ തൈരും കൂടെ നമ്മൾ ചേർക്കേണ്ടത്. ഈ ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റുള്ള പുളിയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തായാലും നിങ്ങളുടെ കമന്റുകളൊക്കെ അറിയിക്കുക. ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾ ഇതിന്റെ വേറെ എന്തെങ്കിലും ടേസ്റ്റിലാണോ ഉണ്ടാക്കാറെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ എന്തൊക്കെ ഫുഡുകളാണ് ഉണ്ടാക്കാറുള്ളതെന്നൊക്കെ നമുക്കൊന്ന് കമന്റ് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. നമ്മൾ അരി ഇട്ട് കഴിഞ്ഞു കേട്ടോ. അരി ഇട്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. മഴയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് പുറത്ത് തന്നെയാണ് നമ്മൾ അടുപ്പൊക്കെ വെച്ചിട്ടുള്ളത്. ഈ മലബാർ ഏരിയയിൽ ഇത് റാവുത്തർ ബിരിയാണി എന്ന് പറയും. ഇത് ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ തെക്കൻ ജില്ലയിലൊന്നും ഇങ്ങനത്തെ ഒരു ബിരിയാണി നമ്മൾ കണ്ടിട്ടില്ല. അവിടെയൊക്കെ സാധാ നമ്മൾ എല്ലായിടത്തും ഉള്ള പോലത്തെ സാധാ ചിക്കൻ ബിരിയാണിയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇതിൽ തന്നെയാണ് ഈ ചിക്കൻ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ പൊരിച്ച ചിക്കൻ അല്ലേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറ്. അങ്ങനെ അല്ലല്ലോ ഇതിൽ ചെയ്യണത്. ഇതിൽ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ പുഴുങ്ങിയെടുത്ത പോലെയാണ്. അതിൽ വെന്ത് കഴിഞ്ഞാൽ ചിക്കനിൽ മസാലയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണുള്ളത് കേട്ടോ. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കാനാണ്, ഇത് നമ്മൾ സാധാ ബിരിയാണിയിൽ ചെയ്യുന്നതാണല്ലോ. അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര്. ഇത് നമ്മൾ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിന്റെ നീര് മാത്രം എടുത്തിട്ട് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനാണ് ഈ ചെറുനാരങ്ങയുടെ നീര് എടുക്കുന്നത്. അത് നമ്മൾ സാധാ ബിരിയാണിയിലും അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് ഒരുപാട് അംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നോമ്പ്, പെരുന്നാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ആഘോഷം തന്നെയാണ് കേട്ടോ. കാരണം കുറച്ച് പേരൊക്കെ ഉള്ളത് നമുക്ക് എല്ലാം ഉണ്ടാക്കാനും വേവിക്കാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് നമുക്ക് ഓരോന്ന് വരുമ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡ് ഉണ്ടാക്കണതും അതൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മൾ ചോറ് വെന്ത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് വേവായതിനു ശേഷം ഇട്ടു. നമ്മൾ കനൽ കോരിയിട്ട്, അരമണിക്കൂറാണ് കനൽ മുകളിൽ വെച്ചത് കേട്ടോ. അതിനുശേഷം എടുത്ത് ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് നോക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ചിക്കൻ എന്നൊരു മസാല ഇല്ലാത്ത ചിക്കനാണ് കാണുക കേട്ടോ. പിന്നെ ഒരു 200 ഗ്രാം നെയ്യ് മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു. ചോറ് വെന്ത് തുടങ്ങി. നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പെരുന്നാളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഴയില വെട്ടിക്കൊണ്ടിട്ടാണ് തറയിലിട്ടിട്ട് എല്ലാവർക്കും ഓരോ പീസ് വാഴയിലല്ല എടുക്കുക. ഒന്നിച്ച് വാഴയില നീട്ടി മുറിച്ചിട്ടുള്ള വാഴയില 3-4 വാഴയില ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് അതിൽ ചോറിട്ട് 4 വട്ടത്തിൽ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ്. സാധാ ചോറാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി അങ്ങനെ തന്നെയാണ് നമ്മൾ വാഴയില നീട്ടിയിട്ടിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് തന്നെയാണ് കഴിക്കുക. പെരുന്നാളിന്റെ ഒരു പ്രത്യേകത ഇവിടെ അതും കൂടിയാണുള്ളത്. എല്ലാവരും കൂടെ ഒരുമിച്ച് വാഴയില കട്ട് ചെയ്യാത്ത വാഴയിലയിൽ ഒന്നിച്ചിരുന്നിട്ട് അതിന് ഭയങ്കര ഒരു ടേസ്റ്റും ഭയങ്കര ഒരു സന്തോഷമൊക്കെയാണ്. അങ്ങനെ നമ്മുടെ വാഴയിലൂടെ സെറ്റായതാ ചോറ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കഴിക്കണ ഭാഗമൊന്നുമില്ല. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് വർഷങ്ങളിൽ നല്ല ഒരു പെരുന്നാൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.